This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂവേഴ്സെ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക മാധ്യമരത്ന മാധ്യമശ്രീ മീഡിയ എക്സലൻസ് അവാർഡ് 2025 ബെസ്റ്റ് യങ് ആൻഡ് അപ്കമിംഗ് ജേർണലിസ്റ്റ് പുരസ്കാരം ഗോകുൽ ഗോപാൽ ഏറ്റുവാങ്ങി. MP സെബാസ്റ്റ്യൻ പോൾ ഫലകവും ഫൊക്കാന പ്രസിഡന്റ് ശ്രീ സജിമോൻ ആന്റണി സർട്ടിഫിക്കറ്റും ശ്രീ ജോൺസൺ ജോർജ് ചെക്കും നൽകി ആദരിച്ചു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ നിന്നും ജേർണലിസം പാസ്സായ ഗോകുൽ തുടർന്ന് കേരള കൗമുദി ദിനപത്രത്തിൽ കോളമിസ്റ്റായും റിപ്പോർട്ടറായും ഒപ്പം സബ് എഡിറ്ററായും ശ്രദ്ധ നേടി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ദുരവസ്ഥ സംബന്ധിച്ച പരമ്പരയും വടക്കേ മലബാറിന്റെ അനുഷ്ഠാന കലയായ തെയ്യത്തെ പൊതു ഇടങ്ങളിൽ കെട്ടിയാടുന്നതിനെ പറ്റിയുള്ള പാരമ്പര്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2023 കൂടുതൽ വേഗത്തിൽ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ ജനം TVയിൽ സ്റ്റാഫ് റിപ്പോർട്ടറായി എത്തി. കോഴിക്കോട് പ്രവർത്തിക്കുന്നതിനൊപ്പം മറ്റു ജില്ലകളിലെ പ്രധാന വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് മികവ് കാട്ടി. പ്രധാനമന്ത്രിയുടെ വയനാട്, തൃശൂർ സന്ദർശനങ്ങൾ, സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനെ തുടർന്ന് നടത്തിയ ആരാധനാലയങ്ങളിലെ സന്ദർശനങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്ത് ശ്രദ്ധ ആകർഷിച്ചു. ശിരൂരിലെ മണ്ണിടിച്ചിൽ ഡ്രൈവർ അർജുനെ കാണാതായതിനെക്കുറിച്ചും വയനാട്ടിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും തുടങ്ങി വിലങ്ങാട് ഉരുൾപൊട്ടൽ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും മികവുറ്റതാക്കി. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രത്തിലെ പ്രത്യേക പ്രതിനിധിയായ പ്രൊഫസർ KV തോമസ്, ഹൈബി ഈഡൻ MP, MLA മാരായ മോൻസ് ജോസഫ്, അൻവർ സാദത്ത്, റോജി M ജോൺ, മാണി C കാപ്പൻ, TJ വിനോദ്, KJ മാക്സി, മുൻ MP സെബാസ്റ്റ്യൻ പോൾ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, ജോണി ലൂക്കോസ്, ഡയറക്ടർ മനോരമ ന്യൂസ്, സാജ് എർത്ത് റിസോർട്ട് ഉടമകൾ സാജൻ, മിനി സാജൻ, സുമോഷ് അച്യുതൻ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ഫൊക്കാന മുൻ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ, ദിലീപ് വർഗീസ്, അനിൽ ജോർജ്, കൂടാതെ ഇന്ത്യ പ്രസ് ക്ലബ് സെക്രട്ടറി ഷിജോ പൗലോസ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളാത്ത്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, അഡ്വൈസറി ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. പുരസ്കാരദാന ചടങ്ങിന്റെ കോർഡിനേറ്ററായി പ്രതാപ് ജയലക്ഷ്മി നായർ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.